എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ്. എനിക്കൊരു സത്യം പറയാനുണ്ട് കേട്ടോ, ഒരു വലിയ സത്യം. കൊണ്ടുപോയി തള്ളി കൊക്കയുടെ പ്ലാനല്ലേ മറിച്ചിട്ടിട്ട് ഞാൻ അപ്പുറത്ത് പോകും. എന്നിട്ട് ആ കൊക്കയുടെ അപ്പുറത്ത് നിന്നിട്ട് വീണു അല്ലേ? പല ആൾക്കാരും അങ്ങനെയാണല്ലോ ഇപ്പൊ. ട്രെൻഡ് അങ്ങനെയാണ് ഇപ്പൊ. അങ്ങനെയാണല്ലോ. എന്തായാലും ടോക്സിക് എന്ന സിനിമയുടെ ഒരു ഗ്ലിംസ് വീഡിയോ ഒന്നുണ്ടായിരുന്നു. അത് കണ്ടു. ഗീതു മോഹൻദാസിനെ കുറിച്ച് അറിയുന്നവർ എല്ലാവരും ഞെട്ടിക്കാണും. തീർച്ചയായും ഞെട്ടിക്കാണും. അതായത് ഒരു സമയത്ത് കുറച്ച് വർഷങ്ങൾ പിന്നോട്ട് പോകണം, ഒരു വലിയ ഒരു സംഭവം നടന്നു. കസബ എന്ന സിനിമക്ക് എതിരെ WCC അംഗങ്ങളായ കുറച്ച് ആൾക്കാർ വന്നിരുന്നിട്ട് ഒരു കാര്യം പറഞ്ഞു. അത് മൊത്തം ഒരാളുടെ തലയിലാണ് വന്നത്, പാർവതിയുടെ. പാർവതി പറഞ്ഞു, അതായത് കസബ സിനിമയിലുള്ള ആ ഒരു രംഗം ഭയങ്കര സ്ത്രീവിരുദ്ധതയാണ്, അതാണ് ഇതാണെന്നൊക്കെ. അതിനുശേഷം പിൻകാലത്ത് വേറെ രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഹീറോ ചെയ്തതിലാണ് പ്രശ്നം, മമ്മൂട്ടി ചെയ്തത് കൊണ്ടല്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സക്രിയ എന്ന കഥാപാത്രം വളരെ തോന്നിവാസിയായിട്ടുള്ള ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ്. നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു നന്മയുള്ള ഒരാളല്ല, ടോക്സിക് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. അപ്പോൾ അത് ശരിയായ രീതിയിൽ മനസ്സിലാക്കുക പോലും ചെയ്യാതെയാണ് സൈറ്റ് എന്നൊക്കെ പറഞ്ഞ് വിമർശിച്ചത്. എന്തായാലും സ്ത്രീകൾക്ക് വേണ്ടി ഘോരമായിട്ട് സംസാരിച്ചിട്ടിരുന്ന ആൾക്കാരാണ്. എന്താണെങ്കിലും ഗ്ലിംസ് വന്നു കഴിഞ്ഞപ്പോ എല്ലാം തവിട് പൊടി. അതായത് സ്റ്റേറ്റ് വിട്ടപ്പോ മാറിയത് പരിപാടി. അന്ന് ചിന്തിച്ചിട്ടുണ്ടാവില്ല എന്ത് ഇത്രയും വലിയൊരു നടന്റെ കൂടെ ഒരു സിനിമ ചെയ്യാൻ പറ്റുക പറഞ്ഞു കഴിഞ്ഞാൽ സ്വപ്നാണ്. മറ്റു പലർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്, അടുത്ത് പോലും എത്താൻ പറ്റാത്ത കാര്യമാണ് ഗീതു മോഹൻദാസ് വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ആള് തന്നെ ചിന്തിച്ചിട്ടുണ്ടാവും, പാർവതിനോട് ഒരു സോറി പറഞ്ഞേക്കാത് സിനിമ കഴിയട്ടെ. പാർവതി അല്ലോടോ എന്ത് ഇവിടെ അയ്യോ, ഒരാളുടെ ഇഷ്ടക്കുറവല്ലേ ഒരുപാട് ആൾക്കാരുടെ ഇഷ്ടം നേടിയെടുക്കാനോ, പിന്നെ നിലപാടൊക്കെ അങ്ങ് മാറ്റിയേക്കാണ്. അല്ലെങ്കിൽ തന്നെ ഇതിപ്പോ ആദ്യം പറഞ്ഞ പോലെ തന്നെ അത് നിലപാടല്ല, അവര് അത് ശ്രദ്ധിച്ചിട്ടില്ല. വെറുതെ ഒരു കോളിലൊക്കെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് വന്ന് അഭിപ്രായം പറഞ്ഞൊരു സംഭവമാണ്. അല്ല, അവർക്ക് തോന്നിയിട്ടുണ്ടാവും ഇത് ഭയങ്കര സ്ത്രീവിരുദ്ധതയല്ലേ, പക്ഷെ പൊട്ടത്തരല്ലേ. ശരിക്കും സിനിമയെ കുറിച്ച് വിലയിരുത്താൻ പോലും കഴിവില്ലാത്തവരാണ് ഇവര്. അതിന്റെ ഒന്നില്ല ചിന്തിച്ചാ പോരെ, ആ ക്യാരക്ടർ എന്താണ് എന്നുള്ളത് ചിന്തിച്ചിട്ട് വേണ്ടേ അതിനെ കുറിച്ച്. അയാൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ്, അതിനകത്ത് എന്തെന്നാണ് ഇതിന് മാത്രല്ല ആ ക്യാരക്ടർ ഇങ്ങോട്ട് പിന്നെ വേറെ രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുന്നതിന്റെ, അതായത് ഈ സക്രിയ എന്ന കഥാപാത്രത്തിനോട് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് പ്ലാൻ ചെയ്തിട്ട്, മറ്റേ ഷർട്ടിന്റെ ബട്ടണൊക്കെ ഊരിയിട്ടിട്ട് ആളെ അങ്ങനെ വശീകരിക്കാം എന്നുള്ള രീതിയിൽ തന്നെ പോയിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതിനാണ് മറുപടി കൊടുക്കുന്നത്. അതിന് മുൻപ് വേറെ സംഭവം ഉണ്ട്, അതായത് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഒരു സ്ത്രീയോട് ആൾ പെരുമാറുന്നൊരു ഇതുണ്ട്. എന്തൊരു ഗംഭീര സീനാണത്. അതൊന്നും ഇവർ കണ്ടില്ലേ. ശരിയാണ്, നമ്മുടെ കിങ് ഇല്ല, ദി കിങ്, അതില് വാണിവിശ്വനാഥിനോടൊക്കെ പെരുമാറുന്ന ആ ക്യാരക്ടർ ഉണ്ടല്ലോ നമ്മുടെ ജോസഫ് അലക്സിന്റെ, അതിനെയാണ് ഈ രീതിയിൽ വിമർശിച്ചെങ്കിൽ കുറച്ചെങ്കിലും ശരിയുണ്ട്. ഇതെന്തായാലും അത് അന്ന് പോയിട്ട് വിമർശിക്കാൻ പറ്റൂല, ഇന്നത്തെ കാലത്തല്ലേ വിമർശിക്കാൻ പറ്റുള്ളൂ. അന്ന് പോയിട്ട് വിമർശിക്കുന്നവരിക്കും പണി. അത് മാത്രല്ല അങ്ങനെ പറയും, അത് പഴയത് അന്നത്തേതായിരുന്നു എന്നുള്ളത് പറയും. അതുകൊണ്ടാണ് അന്നത്തെ പ്രസന്റിലുള്ള ഈ കസപ്പെടുത്തത്. തീർച്ചയായിട്ടും. എന്തായാലും കാലങ്ങൾ അങ്ങനെ മാറി മാറി സഞ്ചരിച്ചു, കാര്യങ്ങളും മാറിയിട്ടുണ്ട്. അങ്ങനെയാണല്ലോ, കുറെ കാലം കഴിയുമ്പം ബുദ്ധി വളർച്ചയൊക്കെ ഉണ്ടാവും പലരിലും. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. വളർച്ചയില്ലാത്ത സമയത്ത് എന്തൊക്കെയോ വിളിച്ചു പറയും. മെച്യൂരിറ്റി ആയി കഴിയുമ്പോഴാണല്ലോ അത് പറഞ്ഞത് തെറ്റായിരുന്നു എന്ന് തോന്നുന്ന ഒരു സമയം. അതൊക്കെ സംഭവിക്കും, സ്വാഭാവികം. എന്തായാലും നിലപാട് പല രീതിയിലാണ് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, എന്തായാലും നമ്മുടെ PK ട്രോൾസ് ഇതിനെ വെച്ചിട്ടൊരു ട്രോൾ ചെയ്തിട്ടുണ്ട്, ഒന്ന് കാണാം. രസമാണ്. ചരിത്രാതീത കാലം മുതലേ സ്ത്രീയെ അടിമയായി കരുതുന്ന ഒരു പഴഞ്ചൻ തത്വശാസ്ത്രത്തിനെതിരെയുള്ള ധാർമ്മിക രോഷത്തിന്റെ ശബ്ദമാണ് ഇന്ന് സ്ത്രീ വിമോചന പ്രസ്ഥാനങ്ങളിലൂടെ നാം ഉയർന്നു കേൾക്കുന്നത്. ഇത് ഭയങ്കര സംഭവം തന്നെ. അലങ്കരിക്കപ്പെട്ട ഒരു കളിപ്പാട്ടം പോലെ ആസ്വദിക്കാനുള്ളതല്ല സ്ത്രീയുടെ ജീവിതം. വാസ്തവം കറക്റ്റാണല്ലേ? സ്വന്തം കാലിൽ നിന്ന് പുരുഷ മേധാവിത്വത്തിനെതിരെ പോരാടാൻ ഓരോ സ്ത്രീക്കും ബുദ്ധിയും സാമർഥ്യവും ഉണ്ടെങ്കിൽ ഏത് പുരുഷനേക്കാളും മുന്നിലെത്താൻ സ്ത്രീക്ക് കഴിയും. അതിനിപ്പോ എന്താ ആലോചിക്കാനിരിക്കണേ? അന്തസ്സായി ജോലി ചെയ്ത്
എനിക്കറിയാം. നമുക്ക് സിനിമകൾ എടുക്കാം. അങ്ങനെ മിടുക്കന്മാര് വരട്ടെ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സിനിമയിൽ ചെയ്യാനുണ്ട്. ഈ നാടകം തറവാട്ട് സ്വത്തല്ലെന്ന് കാണിച്ചു കൊടുക്കാൻ ഇതുപോലുള്ള നവമുകുളങ്ങൾ വിരിയട്ടെ. അത്രയ്ക്ക് അങ്ങോട്ട് പോണോ? ഒരു കുഴപ്പവുമില്ല. ഇതും കൂടെ ചെയ്യാൻ പറ്റും എന്ന് തന്നെ വിശ്വസിച്ചാണ് ഞങ്ങൾ എല്ലാവരും മുന്നോട്ട് പോകുന്നത്. ഇവരുടെ തീരുമാനം തന്നെ എന്റെയും തീരുമാനം. അഹങ്കാരം പാടില്ല. സ്ത്രീ പുരുഷന്റെ അടിമയല്ല. നീ തകർക്കളിയാ. ഓൾ ദ ബെസ്റ്റ്. ഫ്ലാഷ് ബാക്ക്. അപ്പൊ ഞാൻ എന്റെ മുത്തുകൾക്ക് എല്ലാം പരിചയപ്പെടുത്താൻ പോകുന്നത് അല്ലെങ്കിൽ വേണ്ട. See for yourself. തോർക്കണം. പാർവതി ഞെട്ടല കണ്ട് തീർന്ന് തീർന്ന് തീർന്ന്. ഇവിടെ എന്തൊക്കെ ബഹളായിരുന്നു. പോകുന്നു, സംവിധാനം ചെയ്യാൻ പോകുന്നു. ഇപ്പൊ എന്തായി? പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. സംസ്ഥാനം കടന്നപ്പോൾ സ്ത്രീവിരുദ്ധതയുടെ വ്യാഖ്യാനം സൗകര്യപൂർവ്വം തിരുത്തിയോ? ചില മുതലാളിമാരൊക്കെ അങ്ങനെയാ പരമുള്ള. കാലം സ്ത്രീകൾക്കെതിരെയാണ്, സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകളുടെ ശത്രു എന്നൊക്കെ പറഞ്ഞ് ഈ സിസ്റ്റം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതെല്ലാം നമ്മൾ ഓരോന്നായി എന്നുള്ളതാണ് ഈ സമയത്തിന്റെ പ്രത്യേകത. എന്താ മോളെ നിന്റെ ഈ വാക്കുകൾക്ക് മുമ്പ് ഞാൻ പറയാം. എന്താ ഞാൻ പറയും മോളോട്? കസബ സിനിമയിൽ സ്ത്രീവിരുദ്ധതയും രാഷ്ട്രീയ ശരിതെറ്റുകളെ കുറിച്ചും വാചാലയായവർ ഇപ്പോൾ കാണിച്ചു കൂട്ടുന്നതിനെതിരെയാണ് സംവിധായകൻ നിതിൻ രഞ്ജി പണിക്കർ വിമർശിച്ചിരിക്കുന്നത്. ഇതെന്ത് ന്യായം, ഇതെന്ത് നീതി, ഇതെന്ത് ഞാൻ പറയുന്നത് ഇപ്പൊ കസബയില് ഈ കുത്തിന് പിടിക്കുന്നത് വില്ലനാണെങ്കിൽ ഒരു പ്രശ്നമില്ല. നമുക്ക് ഹീറോ ചെയ്യുമ്പോഴേ പ്രശ്നമുള്ളൂ. അതാണ് ഹീറോ ചെയ്തപ്പോഴേ പ്രശ്നം. ഇപ്പോ ഏതാவது சொல்லணுமா? അയ്യോ മമ്മൂക്ക ചെയ്യുമ്പോഴല്ല നമുക്ക് പ്രശ്നം, നമുക്ക് ഹീറോ ശരിക്കും ഈ അവസ്ഥ തന്നെ കേട്ടോ. ഇൻഡിവിജ്വൽസ്. ഇറ്റ്സ് അബൌട്ട് ദിസ് ഹോൾ സിസ്റ്റം. യാഷിനുള്ള കൈയടികൾക്കപ്പുറം സംവിധായകയ്ക്ക് വിമർശനങ്ങളും ഈ വീഡിയോയ്ക്ക് ലഭിക്കുന്നുണ്ട്. എന്താ കാര്യം? അതിന് കാരണം ഗീതു മോഹൻദാസ് മുമ്പ് നടത്തിയിട്ടുള്ള പ്രസ്താവനകളും നിലപാടുകളും തന്നെയാണ്. ഇപ്പൊ അടുത്തിറങ്ങിയ one of the not like to say major hit സേതുമാധവന് അവിടെയാണെല്ലാം നഷ്ടപ്പെട്ടത്. one of Kasaba. പറഞ്ഞത് ഇങ്ങനെയല്ലല്ലോ. ഇപ്പോൾ സ്ത്രീ വിരുദ്ധതയൊക്കെ എവിടെ പോയി എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്ന ചോദ്യങ്ങൾ. അതന്നത്തെ ചോരത്തിളപ്പിന് ചോര തണുത്തു പോയാ അഞ്ചാറാമത് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഗിയർ കയറ്റിവിട്ട പുള്ളി പക്ഷേ സ്റ്റേറ്റ് കടന്നപ്പോൾ അവരുടെ സ്ത്രീ വിരുദ്ധതയുടെ വ്യാഖ്യാനം സൗകര്യപൂർവ്വം തിരുത്തി. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്ക് ഓർമ്മയില്ല. എനിക്കത് എനിക്കിഷ്ടപ്പെട്ടു. എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. നിനക്ക് ഇങ്ങനെ തന്നെ വേണം. നീ കൂടെ കോൺക്രീറ്റ് ഇട്ടല്ലടാ. നമ്മളൊക്കെ ചതിക്കല്ലടി. എക്സ്പ്ലെയിൻ അറിയാം. നോട്ട് ഇൻട്രസ്റ്റ്. കണ്ട കാര്യത്തിന് എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. കൊണ്ട് നടക്കാറുണ്ടായിരുന്നു മച്ചാനെ ഞാൻ ഈ പടം. എനിക്കിത് വേണ്ട. ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. സത്യമായിട്ട് എനിക്കുണ്ടോ? എനിക്കുണ്ട് കേട്ടോ. ഇപ്പോഴാണ് എല്ലാം ഓക്കെ ആയത്. ഈ വാളെടുത്താലും വാളാലെന്ന് പറഞ്ഞ പോലെ കൂളിംഗ് ഗ്ലാസ് എടുത്താലും കൂളിംഗ് ഗ്ലാസ്. എന്തൊരു സന്തോഷം. എന്തൊക്കെ ഡയലോഗാണ് പറയുന്നത്. ഇതാണ് സംഭവം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിടുമ്പോഴേ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. പിന്നീട് അത് വിനയാകും. ഇതിപ്പം ഇതിനകത്ത് തന്നെ പറയുന്ന സാധനം, റീമ പറയുന്ന സാധനം, വില്ലൻ അങ്ങനെ എന്താ സ്ത്രീകളോട് വില്ലൻ ചെയ്താൽ പ്രശ്നമില്ല. ഇല്ല, നായകൻ ഹീറോ ചെയ്താണ് പ്രശ്നം. അപ്പൊ വേറെ കാര്യമുണ്ട്. ഇപ്പൊ ഗീതു മോഹൻദാസ് ഇതില് യശിനെ ഹീറോ ആയിട്ടല്ല കൊണ്ടുവരുന്നത്, വില്ലനായിട്ട് കൊണ്ടുവരുന്നത്. ഇനി നിങ്ങൾക്ക് ഒരൊറ്റ ചാൻസും കൂടി ഉള്ളത്. ഇതില് യശ് വില്ലനാണ്, പക്ഷെ ഹീറോ ആണ്. പക്ഷേ
വേറെ ചോദ്യമുണ്ട്. ഇതിലിപ്പോ ആ ബർത്ത്ഡേ പീക്കിൽ കണ്ടില്ലേ കുറെ സ്ത്രീകളെ, ആ അവർക്കൊക്കെ ഇതേ ക്യാഷ് തന്നെയാണോ കൊടുത്തിട്ടുണ്ടാവുക? അതായത് അതെ, അത് ശരി കേട്ടോ. സാലറി മേടിക്കുമ്പോ എല്ലാ സ്ത്രീകൾക്കും ഒരേപോലെ തന്നെ ആയിരിക്കണം, എല്ലാവർക്കും തുല്യ അങ്ങനെ വേണമെന്നൊക്കെയാണ്. അങ്ങനെ ആയിരിക്കൂലേ? പിന്നെ അതേ അതൊക്കെ ഗീതു മോഹൻദാസ് കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കാരണം അത്ര ഉത്തരവാദിത്തമുള്ള ആളാണ്. എന്താണെങ്കിലും അന്ന് അത് ചെയ്യിപ്പിച്ചിട്ട് അന്ന് അതാണ് സത്യം. അന്ന് പോയത് സേതുമാധവന്റെ എല്ലാം നഷ്ടപ്പെട്ട ദിവസം അന്നാണ്. എവിടെ നിന്നതായിരുന്നു എന്ന് ആലോചിക്കണം. ആരെങ്കിലും എന്തെങ്കിലും പിരികേറ്റുന്നതിനനുസരിച്ച് കേറാനുള്ളതല്ല ലൈഫ് എന്ന് പറഞ്ഞ സാധനം. പാർവതിയുടെ കാര്യത്തിൽ നമുക്ക് തോന്നിയത് അതായത് എടുത്തുചാട്ടം, പിന്നെ അതുപോലെ മെച്ചൂരിറ്റി ഇല്ലായ്മ തന്നെ അതിന് പറയാം. അതൊരു സത്യമാണ്. കാരണം ഇതിപ്പോ മറ്റുള്ളവർക്ക് എന്തെങ്കിലും സംഭവിച്ചോ, അതാ പറഞ്ഞ കിട്ടിയത് മൊത്തം നഷ്ടപ്പെടാനുള്ളത് ആർക്കാണ് ഏറ്റവും വലുത്? അന്നും ഇവർക്കൊന്നും അത്ര ഒരു അല്ലെങ്കിൽ പാർവതിന്റെ അത്രയും സിനിമകളില്ല, അത്രയും എന്താ പറയാ ഒരു വേറെ ലെവലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്. മറ്റവരൊക്കെ ആ സമയത്ത് അങ്ങനെയൊന്നും ഇല്ലാതിരുന്ന സമയത്താണ് ഈ പറഞ്ഞു കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ചാർലി കഴിഞ്ഞിട്ട് ചാർലി കഴിഞ്ഞതിന് ശേഷം ചാർലി മൊയ്തീൻ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് തിളങ്ങി കിടക്കുന്ന സമയത്താണ് ഇമാര് ഡയലോഗ്. എന്താണെങ്കിലും കയറി പോയത് ഇത്ര കഷ്ടപ്പെട്ട് കയറിയതല്ലേ. പിന്നെ എന്തൊക്കെയാണെങ്കിലും അത് പാർവതിയുടെ എഫേർട്ട് തന്നെയായിരുന്നില്ലേ ആ എത്തിയത്. അത് ഇല്ലാണ്ടാക്കി കളഞ്ഞു. അതാണ് ആ സിമ്പിളായിട്ട് ഫും നിറഞ്ഞു പോകുന്നത്. കണ്ടോ, വേറുള്ളവര് കണ്ടോ അവസരം കിട്ടിയപ്പോ അവര് പോയത് കണ്ടില്ലേ? അത്രേ ഉള്ളൂ. ഇതങ്ങനെയാണ്, മനുഷ്യന്മാരാണ്, അങ്ങനെയൊക്കെ തന്നെ നടക്കുള്ളൂ. എന്താണെങ്കിലും ഞങ്ങൾ എന്തായാലും പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ. ബൈ.